LCD ഇതെന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. ഇത് വന്നിട്ട് LED ആപ്ലിക്കേഷൻസ് പ്രകാരം തന്നെ ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 7 സെഗ്മെൻറ്റ് അൽഫ ന്യൂമറിക് ഡിസ്പ്ലേ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. LCDയിൽ വന്നിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഡൈനമിക് സ്കാറ്ററിംഗ് ടൈപ്പും ഉണ്ട്, ഫീൽഡ് എഫക്റ്റ് ടൈപ്പും ഉണ്ട്. ഡൈനമിക് സ്കാറ്ററിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞതിനകത്ത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ ഒരു പൈപ്പ് വന്നിട്ട് തുറന്നു വിടുക. ആ പൈപ്പ് തുറന്നു വിടുമ്പോഴത്തേക്കും വെള്ളം വീഴണേന്, വെള്ളം എന്തുവിധ ഡിസ്റ്റർബൻസും ഇല്ലാതെ സ്മൂത്തായിട്ട് ഇങ്ങനെ നേരെ വീഴണത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. നിങ്ങളിപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇടയിൽ വിടുവാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് എന്താകും, ഫ്ലോവിനെ തടസ്സപ്പെടുത്തണേ. അതായത് ഡിസ്റ്റർബൻസ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം എന്താകും, തെറിച്ച് എല്ലാ സ്ഥലത്തും ചെതറി വീഴണ പോലെയൊക്കെ ആയിരിക്കും അല്ലേ. ആ ഒരു കോൺസെപ്റ്റാണ് ഡൈനമിക് സ്കാറ്ററിംഗ് ടൈപ്പിനകത്ത് വരുന്നത്. ഇതിനകത്ത് എന്തുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഉണ്ട്. ആ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താണ്, ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് ലൈറ്റ് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ഏതിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ട്രാൻസ്പെറൻറ്റ് ഇലക്ട്രോഡിൻ്റെ ഇടയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെ ചുറ്റിലും 2 ഗ്ലാസ് പ്ലേറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ഇലക്ട്രോഡിൽ കൂടി നമ്മൾ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലിരിക്കുന്ന ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ എന്താണ്, മോളിക്കുലർ സ്ട്രക്ചർ വന്നിട്ട് ഡിസ്റ്റർബൻസ് ആകും. അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പൈപ്പ് ലൈനിൽ നിന്ന് വെള്ളം വരുമ്പോഴത്തേക്കും സ്മൂത്തായിട്ട് വീണത് പോലെ ആയിരിക്കും അല്ലേ. അതേ ഇത് നിങ്ങൾ ഒരു വിരൽ വെച്ചിട്ട് ഡിസ്റ്റർബൻസ് ചെയ്യുമ്പോഴത്തേക്കും എന്താകും, വെള്ളം തെറിച്ച് പോകുന്നത് പോലെ ആകും. അതേപോലെ തന്നെ ഇവിടെ ലിക്വിഡ് സെല്ല് ആ ഇലക്ട്രോഡിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണേന്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലുള്ള എന്താണ്, ലിക്വിഡിൻ്റെ മോളിക്കുലർസ് അലൈൻമെൻറ്റ്സ് വന്നിട്ട് ഡിസ്റ്റർബൻസ് ആയിട്ട്, അതായത് ലാമിനാർ ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയത്തില്ലേ. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്മൂത്തായിട്ടുള്ള ഒരു ഫ്ലോയാണ് ലാമിനാർ ഫ്ലോ. ടർബുലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷണൽസ് വന്നിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ലാമിനാറിൽ ഇരിക്കുന്നത് വന്നിട്ട് ടർബുലൻസ് ആയിരുന്നു. ടർബുലൻസ് ആകുമ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടർബുലൻസ് ആകുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഒരു എന്താണ് അതിനകത്ത് മോളിക്കുലർ അലൈൻമെൻറ്റ് ഒരു ലൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് എന്താകും, ചെതറിപ്പോയിട്ട് നമുക്ക് എന്തായിരിക്കും, എല്ലാ സ്ഥലത്തും പടർന്ന് വീണത് പോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിനകത്ത് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലിക്വിഡ് വന്നിട്ട് ആക്ടിവേറ്റഡ്, നോട്ട് ആക്ടിവേറ്റഡ് ആയിരിക്കുമ്പോഴത്തേക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇത് ലിക്വിഡ് വന്നിട്ട് ആക്ടിവേറ്റഡ് ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും, അതായത് ടർബുലൻസ് രീതിയിൽ മാറുമ്പോഴത്തേക്കും എല്ലാ ഡയറക്ഷനകത്തും എന്താകും, ലൈറ്റ് വന്നിട്ട് തിരിച്ചു പോയിട്ട് നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വന്നിട്ട് നമുക്ക് കിട്ടും. ഇതിനെയാണ് നമുക്ക് ഡൈനമിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്.